വാദ്യവിസ്മയം തീർത്ത് നാടിനെ പുളകം കൊള്ളിച്ച പഞ്ചാരിമേളം അരങ്ങേറ്റം നവ്യാനുഭവമായി മാറി. ഒരു വർഷമായി പരിശീലനം നേടിയ കീഴൂർ കളരിവാദ്യ സംഘത്തിലെ 70 പേരാണ് കഴിഞ്ഞ ദിവസം കീഴൂർ കളരി ക്ഷേത്ര തിരുമുറ്റത്ത് അരങ്ങേറ്റം കുറിച്ചത്. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇരുപത് വർഷം മുമ്പ് കീഴൂർ തെരുവത്ത് അരങ്ങേറ്റം കുറിച്ച വാദ്യമേളം ഇപ്പോൾ വളർന്ന് വാദ്യത്തിൽ ഏറെ പ്രയാസവും കേൾക്കാൻ ഇമ്പവുമുള്ള പഞ്ചാരിമേളത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി കളരിവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് മുടങ്ങാതെ പരിശീലനത്തിനെത്തിയ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 70 പേരുടെ അരങ്ങേറ്റമാണ് നൂറുകണക്കിന് കലാസ്വാദകരെ സാക്ഷിയാക്കി കീഴൂർ ശ്രീ കളരി ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. നാല് വയസ്സുള്ള കുട്ടി മുതൽ 68 വയസ്സുള്ള മുത്തശ്ശിമാരടക്കമുള്ളവർ അനായാസേന ചെണ്ടയിൽ വിസ്മയം തീർത്തപ്പോൾ പ്രദേശം തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രതീതി കൈവരിച്ചു. അരങ്ങേറ്റം കാണാൻ നിരവധി കലാസ്വാദകരാണ് എത്തിച്ചേർന്നത്. പ്രശസ്ത വാദ്യകലാകാരൻ വാദ്യതിലകം തൃക്കണ്ണാട് രാജേഷ് മാരാറാണ് പഞ്ചാരിമേളം അരങ്ങിലെത്തിച്ച ഗുരുനാഥൻ. കഴിഞ്ഞ 30 വർഷത്തോളമായി ഈ വാദ്യകലാ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വാദ്യപ്രവർത്തകനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഉദ്യമവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാരവാഹികൾ വരുന്ന സമയത്ത് വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുക്കുകയും രാവിലെയും വൈകുന്നേരമായി പല ദിവസങ്ങളിലായി സാധകവും അതുപോലെ തന്നെ ചെമ്പട നിലയും അതുപോലെ തന്നെ പിന്നീട് പലന്തല കൊട്ടി താഴത്തിലെ സെറ്റാക്കിയത് പഞ്ചാബി 3-ാം കാലവും 4-ാം കാലവും 5-ാം കാലവും അങ്ങനെയാണ് പഠിപ്പിച്ചത്. ക്ഷേത്രം മൂത്ത ചെട്ടിയാർച്ചൻ, ക്ഷേത്രക്കാരനവർ, ക്ഷേത്രം പ്രസിഡന്റ് എൻ സമ്പത്ത്, പഞ്ചാരിമേളം ഗുരുനാഥൻ വാദ്യതിലകം രാജേഷ് മാരാർ, കളരി വാദ്യസംഘം ഗുരുനാഥൻ ഒതവത്ത് ബാലകൃഷ്ണൻ ഗുരുക്കൾ എന്നിവർ ക്ഷേത്രനടയിൽ ഗണപതിക്ക് വെച്ച് ഭദ്രദീപം തെളിയിച്ചായിരുന്നു പഞ്ചാരിമേളം ആരംഭിച്ചത്. തുടർന്ന് ഉദ്ഘാടന വേദിയിൽ എത്തിയ മുഴുവൻ അതിഥികളും 70 കലാകാരന്മാരും വിളക്ക് കത്തിച്ച് പ്രകാശം ചൊരിഞ്ഞ് ചടങ്ങ് വ്യത്യസ്തമാക്കി. കേരള ജൈവവൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും സീനിയർ ഡെപ്യൂട്ടി പോലീസ് ഓഫീസറുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാസലഹരിക്കെതിരെയുള്ള പോരാട്ടമാണിതെന്നും ഇത്തരം നല്ല ലഹരിയാണ് സമൂഹത്തിന് നൽകേണ്ടതെന്നും കീഴൂർ ഗ്രാമം ഇപ്പോൾ സാംസ്കാരിക മണ്ണായി മാറിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പോലീസ് വകുപ്പിന് ഇപ്പോൾ ഈ പ്രദേശത്ത് അധികം വരേണ്ടി വരാത്തത് ഈ നാടിന്റെ നന്മയുടെ ഗുണം കൊണ്ടാണെന്നും ഒരു കാലത്ത് സബ് ഇൻസ്പെക്ടറായി ഇവിടെ സേവനം ചെയ്ത ഉദ്ഘാടകൻ പറഞ്ഞു. കലാലഹരി കുത്തിവെക്കുന്ന ഒരു കൂട്ടായ്മ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴേക്കും നെഗറ്റീവ് ലഹരി കേൾക്കുന്ന ഒരു സാഹചര്യം ശബ്ദം വളരെ പോസിറ്റീവായിട്ടുള്ള കലയുടെയും വാണിജ്യത്തിന്റെയും തന്ത്രത്തിന്റെ ലഹരി ഗുരുക്കന്മാരുടെ ചെണ്ട പേസിക്കുകയാണുള്ളത് ചെറിയൊരു കാര്യമായി ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാണുന്നതല്ല ഇതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അപ്പോഴാണ് മനസ്സിലായത്. ചടങ്ങിൽ വാദ്യസംഘം സെക്രട്ടറി AC അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. തിടമ്പ് നൃത്തകലയിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത തിടമ്പ് നൃത്ത കലാകാരനും തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര കീഴ്ശാന്തിയുമായ ഉപേന്ദ്രൻ അഗ്യത്തായ, രാജേഷ് മാരാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മികച്ച വാദ്യകലാകാരനും പരിശീലന സമയത്ത് ഗുരുവിനെ ഏറെ സഹായിക്കുകയും ചെയ്ത നവീൻ അശോകനെ ചടങ്ങിൽ അനുമോദിച്ചു. 70 ശിഷ്യന്മാരും ചേർന്ന് നടത്തിയ ഗുരുവന്ദനം എന്ന ചടങ്ങും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിന് കളരി വാദ്യ സംഘത്തിന് പഠിതാക്കളുടെ സ്നേഹസമ്മാനവും ചടങ്ങിൽ വെച്ച് കൈമാറി. തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗവും മൂത്ത ചെട്ടിയാർച്ചൻ അനുഗ്രഹഭാഷണവും നടത്തി. ക്ഷേത്രക്കോയ്മ, തിലകൻ, കളരിക്ഷേത്രം തെയ്യം പണിക്കർ, MJ നിജേഷ് പണിക്കർ,
മഹിളാ സംഘം പ്രസിഡന്റ് കെ പ്രസന്ന അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ കെ അശോകൻ സ്വാഗതം പറഞ്ഞു. പരിപാടിക്ക് ശേഷം എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, ഉദുമ.